ഗുഡ് മോർണിംഗ് എവറിബഡി. സോ ടുഡേ ഫ്രൈഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഏർലി മോർണിംഗ് 8 o'clock എഴുന്നേറ്റ് നേരെ ലൊക്കേഷനിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും നടന്നില്ല. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഏകദേശം ഒരു 10 മണിയാവാറായി. ഞങ്ങൾ നേരെ ഫസ്റ്റ് വെംബ്ലിയിലേക്കാണ് പോകുന്നത്. അപ്പം ബാക്കി അവിടെ നിന്ന് കാണാം. എല്ലാവരും ഹാപ്പി, എക്സൈറ്റഡ്? ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞിയുടെ ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡ്. ഹായ്. സോ നമ്മൾ സ്റ്റേയിൽ നിന്ന് 440 നമ്പർ ബസ് എടുത്ത് നേരെ ഒളിമ്പിക് വേയിൽ വന്നിറങ്ങി. വെംബ്ലി ഒളിമ്പിക് വേയിൽ ഒരു 35 minutes ഡ്രൈവ് ജേർണി ആയിരുന്നു. അത് കഴിഞ്ഞ് 7 minute വാക്കുള്ളൂ ബബിൾ പ്ലാനറ്റിലേക്ക്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓൺലൈന് 30 pounds ആയിരുന്നു കാണിച്ചിരുന്നത്. ബാക്കിൽ കാണുന്നതാണ് ബബിൾ പ്ലാനറ്റ്. നമ്മളെത്തി ടിക്കറ്റ് നമുക്ക് എടുക്കണം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുമോ എന്ന് നോക്കാം. ഒരു ബബിളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ടിക്കറ്റ്സ് എങ്ങനെയാണ് നോക്കാം. ബബിൾ പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മൺഡേ ആണ്. മൺഡേസിൽ യൂഷ്വലി ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ്, 20 ആണ്. അതേസമയം ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ 22 അങ്ങനെ റേറ്റ് കൂടി വരും. സാറ്റർഡേ സൺഡേ ഒക്കെ റേറ്റ് കൂടുതലാണ്. പിന്നെ ഞാൻ ഓൺലൈനിൽ നോക്കുമ്പം 30 pounds ആണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ടു കം ഹിയർ ആൻഡ് ബുക്ക് ദ ടിക്കറ്റ്. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ്സ് 24 pounds ആണ്. ഒരു ടാഗ് ഒക്കെ കിട്ടി. ടാഗ് കാണിച്ചു കുഞ്ഞ്, ടാഗ് കിട്ടി. നമുക്കിവിടെ നമ്മുടെ ജാക്കറ്റൊക്കെ ഇവിടെ വയ്ക്കാം. 2 pounds ഉള്ളൂ. അപ്പോൾ ആ ഒരു ജാക്കറ്റ് കണ്ടിട്ട് വെച്ചിട്ടുണ്ട്. സോ വി ആർ റെഡി. മക്കളെയും ചേച്ചി ഒന്ന് നോക്കോട്ടെ. ബബിൾ പ്ലാൻ so cool. Oh my god, this is so cool. Nice. Nice. Full of illusions, like so cool. Nice. സോ ഈ സെക്ഷൻ കുറേ ബലൂൺസൊക്കെയാണ്. സോ കിഡ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും. പിന്നെ കുട്ടികളെ മാറാത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. Can you feel it? Anything? ഡിസ്പ്ലേ പോലെ. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഫുൾ ഓഫ് ബോൾസ്. ഇങ്ങനെ കിടക്കാം. ഞാൻ കിടക്കാൻ പോവാണേ. കിടക്കാൻ ഇങ്ങനെ കിടത്തി.
ചെയ്ത് ഈ ബബിൾസ് ഇതാക്കണം. നോക്കട്ടെ, ഇത് ബ്ലോ ചെയ്യുമ്പോൾ ഇതെന്നാ, what is this? Press the button, choose your painting and use the bump to block the biggest chewing gum bubble. ഓക്കെ, ഈ മൊണാലിസേനെ ഊത്. പല പല കളറിലും മാറി മാറി വരുന്നുണ്ട്. Wow, red, green, who's nice. നല്ല ക്രിസ്റ്റൽ ഡിസ്പ്ലേസ് ആണ്. നൈസ് വിർച്വൽ റിയാലിറ്റീസ്. ഡാർക്കും കയറണ്ടെന്ന് പറഞ്ഞു. പ്ലിങ്കസിയ ജസ്റ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും പൊക്കിക്കോളൂ. ആദ്യം ഒന്ന് വരട്ടെ. വെള്ളം വരണോ? ഓക്കെ, സോ ഇത് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്. കുറേ ബബിൾസ് ഒക്കെ ഉണ്ട് പല ടൈപ്പിൽ. നമുക്ക് ബബിൾസ് ഫോം ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു. സോ ഇത്ര ഉള്ളൂ ഈ ഏരിയ. പിന്നെ നെക്സ്റ്റ് ഒരു ഷോപ്പിങ്ങിനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. സോ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതോടുകൂടി ഞങ്ങൾ വെംബ്ലിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. പക്ഷേ വെംബ്ലി ഞങ്ങൾ വേറൊരു സ്ഥലം കൂടി പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പിന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലേസ് കുട്ടികൾക്കും കുട്ടികളെ വിട്ടുമാറാത്ത മുതിർന്നവർക്കും പറ്റിയൊരു ഐഡിയൽ സ്പോട്ടാണ്. സോ ഞാൻ പലപ്പോഴും വീഡിയോ കണ്ടിട്ടുണ്ട് വെംബ്ലിയിൽ നല്ല കേരള ഫുഡ് കിട്ടുമെന്ന്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള സെർച്ചിങ്ങിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫൈനലി കോപ്പർ കടായി, ഇറ്റ്സ് എ നൈസ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കയറി ഞങ്ങൾക്ക് 4 പേർക്കും അവിടുത്തെ ഫുഡും അവിടുത്തെ ആംബിയൻസും എല്ലാം ഇഷ്ടപ്പെട്ടു. വെംബ്ലി നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ അടുത്ത് ഒരു 10 minutes വാക്കുള്ളൂ. സോ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. വി ഹാഡ് എ വെരി ഗുഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ലഞ്ച് അവിടെ നിന്ന് തന്നെ ഉണ്ടായി. ഞങ്ങൾ അപ്പം ബീഫ് ആൻഡ് ഫിഷ് നിർവാണയൊക്കെ കഴിച്ചു. വി ആർ ഹാപ്പി. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. അതിന് ശേഷം ഞങ്ങൾ ഒരു വൈകുന്നേരം 4 മണി 4:30 ആയപ്പം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോയി. സോ ക്രൗഡഡ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ബ്യൂട്ടി, ലണ്ടൻ്റെ ബ്യൂട്ടി സ്റ്റിൽ റിമെയിൻസ് ദ സെയിം എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ലൈറ്റ്സ്. ക്രിസ്മസ് സീസൺ, എസ്പെഷ്യലി വിൻ്റർ സീസണിൽ ഈ ലൈറ്റ്സ് എല്ലാം വരുമ്പം ഇറ്റ്സ് വെരി 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് ലണ്ടൻ. സോ വിഷ്ണുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് ലണ്ടൻ ബ്രിഡ്ജും. ഇപ്പോൾ വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുഞ്ഞിയുടെ ഫ്രണ്ടും കാർത്തിക്കിന് അവന് ചെറിയ പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ അവർ ഈ സ്ഥലത്തേക്ക് വന്നില്ല. അവരവിടെ വേറെ സ്ഥലത്തൊരു വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിഷ്ണുവിൻ്റെ വൺ ഓഫ് ദ ഡ്രീം ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്ക് പോയി. വിഷ്ണുവിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. വിഷ്ണു വാസ് റിയലി അമേസ്ഡ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് ദ ലണ്ടൻ.
സോ കാർത്തിക്കിന് ഓൾറെഡി പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ ലണ്ടനോട് ഒരു തൽക്കാലത്തേക്കൊരു ബായ് പറഞ്ഞ് ഞങ്ങൾ സ്റ്റേയിലേക്ക് പോയി.